സംസ്ഥാന കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരം AKG സെൻറ്റർ അതിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. ഏപ്രിൽ 23-ന് CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത വാസ്തുശില്പി N. മഹേഷ് രൂപകൽപ്പന ചെയ്തതാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 9 നിലകളും 2 സെല്ലാർ പാർക്കിംഗ് നിലകളുമുള്ള കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ മേഖലയിൽ നിന്നും കിട്ടേണ്ടുന്ന എല്ലാ തരത്തിലുള്ള നിയമപരമായ അനുമതിയും നേടിക്കൊണ്ടാണ് നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. AKG സെൻറ്റർ ഇപ്പോൾ നഗരസഭ, ഫയർ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, എയർപോർട്ട് അതോറിറ്റി, മൈനിങ് ആൻഡ് ജിയോളജി, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് തുടങ്ങി എല്ലാവരുടെയും അനുമതി നൽകി വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സൗകര്യപ്രദമായ നിലയിലാണ് പ്രസ് ബ്രീഫിംഗ് സെൻറ്ററും സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ്, അതിൻ്റെ യോഗം ചേരാനുള്ള സൗകര്യം, സെക്രട്ടേറിയറ്റിൻ്റെ പ്രത്യേക മുറി, അതുപോലെ തന്നെ ഹാളുകൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കെല്ലാമുള്ള ഓഫീസ് മുറികളും PB അംഗങ്ങൾക്കുള്ള സൗകര്യവും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. താഴെയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത് പാർട്ടി ഓഫീസായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് AKG പഠന ഗവേഷണ കേന്ദ്രമാണ്. അപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് അതിവിപുലമായ സൗകര്യത്തോടുകൂടി ഏത് ചരിത്ര വിദ്യാർത്ഥിക്കും ശാസ്ത്ര വിദ്യാർത്ഥിക്കും സാമൂഹ്യശാസ്ത്ര പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്ന അതിവിപുലമായൊരു ലൈബ്രറി ഇവിടെയുണ്ട്. കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായൊരു ലൈബ്രറിയാണ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ലൈബ്രറി. ആ ലൈബ്രറി അതിനുവേണ്ടി ഉപയോഗിക്കാൻ കഴിയും, അത് വിപുലപ്പെടുത്താൻ കഴിയും. പിന്നെ അതൊക്കെ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു കാലമാണല്ലോ, അതൊക്കെ ആ രീതിയിൽ കൈകാര്യം ചെയ്തു പോകണം. ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോകാൻ കഴിയും. ലോകത്തെമ്പാടും സാമൂഹ്യശാസ്ത്ര മേഖലയിലും മറ്റ് വിവിധ തലങ്ങളിലും ഗവേഷണം വികസിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. സ്വാഭാവികമായിട്ടും AKG പഠന ഗവേഷണ കേന്ദ്രം ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ട് മാറ്റാൻ ഉതകുന്ന രീതിയിലുള്ള സൗകര്യത്തോടു കൂടിയുള്ള ഒരു സംവിധാനമായിട്ട് മാറും എന്നാണ് അത് സംബന്ധിച്ച് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പോസിറ്റീവായ കാര്യം മാത്രം ചർച്ച ചെയ്താൽ മതി. അത് ഈ ശില്പത്തെ പറ്റിയൊന്നും ധാരണയില്ലാത്ത ആളുകൾ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊക്കെ ആധുനിക കളറാണ്. അതൊന്നും നമുക്ക് നമ്മുടെ പാർട്ടി കളർ ചുവപ്പാ, പാർട്ടി കളർ നേരാ ഞങ്ങളോട് കുടീൻ്റെ കളറല്ലല്ലോ നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത്. നമ്മുടെ അതൊക്കെ പലതും സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ടിയുണ്ട്. കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ചുവപ്പടിക്കലുണ്ടോ? ഉണ്ടോ? എന്താ മനഃശാസ്ത്രപരമായിട്ട് അടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല നിറയതാ?
പോസിറ്റീവ് എനർജി കിട്ടുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. അല്ല അല്ലാന്ന് എല്ലാവർക്കും അറിയാലോ. അല്ലല്ല, സമ്പൂർണ്ണമായി ജയിച്ചു. അത് നമുക്ക് നോക്കാം. അതൊക്കെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള വരവ് ചിലവൊക്കെ നമ്മൾ കൃത്യമായിട്ട് തയ്യാറാക്കിയത്. ഇതെല്ലാം ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെ കൊടുക്കുന്നതാണല്ലോ, കണക്കല്ല. അപ്പോൾ കണക്കിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള സ്ഥിരമായ ഒരു വ്യക്തത ഉണ്ടാക്കാനാണ്. ഇല്ല, ഏകദേശം പറയാനായിട്ടില്ല. കാരണം വിവിധ തലങ്ങളിലാണല്ലോ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കരാറും ഒരു കരാറുകാരൻ എന്നുള്ളത് ചെയ്തത്. നിരവധി ആളുകളുടെ ഒരു കൂട്ടായ യത്നമാണ് യഥാർത്ഥത്തിൽ ആ ഓഫീസ് ഈ രീതിയിൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വിവിധ രീതിയിലുള്ള കോൺട്രാക്റ്റുകളാണ്. അതൊക്കെ നോക്കിയിട്ട് അതെല്ലാം പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. സെക്രട്ടറിൻ്റെ മുറി ഏതൊക്കെ മുറിയാണ് AC എന്നൊക്കെ പോയി നോക്കാൻ പറ്റില്ല നമുക്ക്. ഇതിലൊന്നും രഹസ്യമൊന്നും വെക്കുന്ന കാര്യമില്ല. AKGൻ്റെ പേരിലുള്ള ഹോൾ ഇവിടെ ഉണ്ടല്ലോ. അതിനുള്ളിൽ വേറെ വലിയ ഇതുപോലുള്ള ഹോളൊന്നുമില്ല. ആയിരക്കണക്കിന് ആൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന ഹോൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഹോളിൻ്റെ ഒന്നും കാര്യമില്ല. യോഗം ചേരാനുള്ള മാത്രമേ ആവശ്യം.